നല്ല കാശുള്ള വീടാണെന്ന് വിചാരിച്ച് വന്നു കയറിയതാ. ഇത് വളരെ ദാരിദ്ര്യത്തിൽപ്പെട്ട പോലെ ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യുക? നിധി വരെ കണ്ടുപിടിച്ച് കൊടുക്കാന്ന് പറയുകയും ചെയ്തു. ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആ നിധിയുടെ കാര്യം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 3 ദിവസത്തെ പൂജയുടെ കാര്യം പറഞ്ഞ് കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകുന്നതാണ് നല്ലത്. അല്ലാതെ വേറൊന്നും ഇവളുടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കിട്ടുന്നതും കൊണ്ട് പോകുന്നതാ ബുദ്ധി. എന്തു പറ്റി മകളെ, ഇത്രയും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? ഞാൻ കഴിച്ചു സ്വാമി. എനിക്കായി ഏത് റൂമാണ് ഒരുക്കിയിരിക്കുന്നത്? വരൂ സ്വാമി, ഞാൻ റൂം കാണിച്ചു തരാം. ശരി മകളെ. ഈ റൂമിൽ താമസിച്ചോളൂ സ്വാമി. ഇത് ആരുടെ റൂമാണ് മകളെ? ഇതെന്റെ മോളുടെയാ. നിങ്ങളുടെ മകളുടേതോ? അപ്പോ നിങ്ങൾക്ക് മകളുണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. താങ്കൾ എന്നെ ചോദിച്ചില്ലല്ലോ. അതും ശരിയാണ്. അല്ല, നിങ്ങളുടെ മകൾ ഇപ്പൊ എവിടെ പോയിരിക്കുന്നു? അവൾ ഇപ്പോഴാ സ്വാമി കോളേജിലോട്ട് പോയത്. എന്താ പറഞ്ഞേ? കോളേജിൽ പഠിക്കുന്ന പ്രായത്തിലൊരു മകൾ നിങ്ങൾക്കുണ്ടോ? അതെ സ്വാമി. അങ്ങനെയാണോ? ഭൗതിയെ കണ്ടാൽ LKG പഠിക്കുന്ന കുട്ടികളുടെ അമ്മയാകാനുള്ള പ്രായമേ ഉള്ളൂ എന്ന് തോന്നും. കോളേജിൽ പഠിക്കുന്ന മകളുടെന്ന് പറഞ്ഞത് സത്യമാണോ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, ഈ യൗവനത്തിന്റെ രഹസ്യം എന്താണ്? ഒന്ന് പോ സ്വാമി. ശരി, ഞാനിവിടെ അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ. മധ്യാഹ്നം ഭക്ഷണം റെഡിയാവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അപ്പോഴേക്കും വരാം. ആയിക്കോട്ടെ സ്വാമി. സ്വാമി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. ശരി മകളെ. സ്വാമി വന്നിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുത്ത് അത്ഭുതപ്പെടുത്തണം. എന്താ ചെയ്യാ? ഡിഫറൻ്റ് ആയിട്ടൊരു കേർഡ് റൈസ് ഉണ്ടാക്കിയാലോ? ഡിഫറൻ്റ് ആയിട്ടൊരു കേർഡ് റൈസ് ഉണ്ടാക്കി ഞെട്ടിച്ച് കളയാം. അയ്യോ, സ്വാമി നല്ല ഉറക്കത്തിലാണല്ലോ. ഇപ്പൊ ഇദ്ദേഹത്തെ എങ്ങനെ ഉണർത്തുക? ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാ ചിലപ്പോ ദേഷ്യപ്പെട്ട് ശപിച്ചാലോ? ഇപ്പൊ തന്നെ 2 മണിയായി. എണീപ്പിച്ചില്ലെങ്കിലും തെറ്റായിപ്പോവും. പോയി എണീപ്പിച്ചു നോക്കാം. സ്വാമി, സ്വാമി. ഛേ, സ്വാമി എന്താ ഇങ്ങനെ ബോധം കെട്ടുറങ്ങുന്നത്? തട്ടി വിളിച്ചാ എങ്ങാനും ദേഷ്യപ്പെട്ടാലോ? ശരി, ഇനിയിപ്പോ വേറെ വഴിയില്ല. തട്ടി വിളിച്ചേക്കാം. സ്വാമി, സ്വാമി. എന്താ മോളെ, എന്താണ് കാര്യം? 2 മണി കഴിഞ്ഞു സ്വാമി. ഭക്ഷണം റെഡിയായിരിക്കുന്നു, വന്ന് കഴിക്കൂ സ്വാമി. ഓ, ടൈം 2 മണിയായോ? സമയം എന്ത് വേഗത്തിലാണ് പോകുന്നതല്ലേ. ശരി മകളെ, ഞാൻ വരാം. നീ എല്ലാം എടുത്തു വെച്ചോളൂ. ആയിക്കോട്ടെ സ്വാമി. ഇതാ സ്വാമി, കഴിച്ചോളൂ. ആഹാ, ടേസ്റ്റ് നല്ല ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും അടിപൊളി. ഇതുപോലെ നിങ്ങൾ ദിവസം ഉണ്ടാക്കി തരികയാണെങ്കിലേ ഞാൻ പിന്നെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കും. അതിനെന്താ സ്വാമി, ഇവിടെ തന്നെ താമസിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളും കൂടെ ഇരുന്ന് കഴിക്കേ. നിങ്ങൾ ആദ്യം കഴിച്ചോളൂ സ്വാമി, ഞാൻ പിന്നീട് കഴിച്ചോളാം. എന്താ മകളെ ഇത്? നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി. അപ്പോൾ നിന്നെ നോക്കിയിരുന്ന് കഴിക്കുന്നത് ശരിയാണോ? നിങ്ങൾ എന്റെ ഒപ്പം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ശരി സ്വാമി.